പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ പ്രക്ഷോഭ പരിപാടികൾ അവിടെ നടക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലേക്കാണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. പെരിയാറിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ ഇപ്പോൾ ഉപരോധവുമായി പ്രദേശവാസികളും രാഷ്ട്രീയ പ്രവർത്തകരും. പ്രതിസന്ധിയാണ് നിങ്ങൾക്ക് പറഞ്ഞ റിപ്പോർട്ട് വാങ്ങിക്കാൻ പാടില്ലേ? നിങ്ങൾ ഇനി കിട്ടുന്ന ഇനിയിപ്പോ 5 മാസോ 10 മാസോ കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടുള്ളൂ. എന്ന് റിപ്പോർട്ട് കിട്ടുമെന്ന് പറയുന്നത് ഇതൊക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്ന റിപ്പോർട്ടാണ്. കാരണം അത്ര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആളുകൾ ആരെങ്കിലും മരണപ്പെട്ട ആരുടെ ഉത്തരവാദിയാണ്? താനല്ലേ ഉത്തരവാദി. അല്ല പ്രസിഡന്റ്, ഇന്നലെ ഇവരുടെ ഒരു ഉദ്യോഗസ്ഥൻ TV പറഞ്ഞു എന്താണെന്നറിയോ? പുതുമഴ പെയ്തപ്പോഴത്തേക്ക് മീനിന് ശ്വാസം കിട്ടാതെ മരിച്ചുപോയതാണ്. അതാണ് വരാൻ പോകുന്ന റിപ്പോർട്ട്. നേരത്തെ അറിയാം. എന്തായാലും റിപ്പോർട്ട് കിട്ടിയിട്ട് വന്ന നടപടിയെടുത്ത് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കൊന്നും വേണ്ട. ഒരു ദിവസം പോലും ഇവിടെ കയറാൻ പറ്റില്ല. ഒരു ദിവസം പോലും. എത്ര ഉദ്യോഗസ്ഥന്മാരിവിടെ വന്ന് ഈ സംഭവം ഉണ്ടായിട്ട്? ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ എത്ര പേരിവിടെ വന്ന്? ഇത്തരം പ്രദേശങ്ങളിൽ ഇപ്പൊ ചേരാനല്ലൂര്, അതുപോലെ തന്നെ കടമക്കുടി, ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഇതുമായി ഡാനി പോളുണ്ട് നമുക്കൊപ്പം. ഡാനി, പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളും പ്രദേശത്തെ രാഷ്ട്രീയ നേതൃത്വവും ഏറ്റെടുക്കുകയാണ് അല്ലേ? എന്താണ് അവിടെ പ്രതിഷേധ കാഴ്ചകൾ? സജിത്ത്, ഉപരോധ സമരം ഇപ്പോൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അല്പം മുമ്പ് ഇവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏലൂരുള്ള ഓഫീസിലേക്ക് എത്തുകയും ഇപ്പോൾ എഞ്ചിനീയറെ ഉപരോധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കൂട്ടക്കുരുതി നടന്നിട്ട് ഇതിൽ ഒരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇത് സംബന്ധിച്ച പരാതികളടക്കം ഉയരുന്നു. പക്ഷെ ഇതിൽ ഇടപെടാനോ അത് പരിഹരിക്കാനോ ഒന്നും യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ഇതിന് എല്ലാ സഹായവും നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു നടപടികളും ഇക്കാര്യത്തിൽ എടുക്കുന്നില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു നോക്കുകുത്തി എന്ന രീതിയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുന്നു. വ്യവസായശാലകളിലെ ഈ രാസമാലിന്യം ഒഴുക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കാത്ത രീതിയിലേക്ക്, അതിനെ തടയിടാൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഇവർ ആക്ഷേപിക്കുന്നത്. കർശനമായ നടപടികൾ ഉണ്ടാകണം. ഈ രീതി ഇന്ന് പുലർച്ചെയാവുമ്പോൾ ഒരു ദിവസത്തെ പിന്നിട്ടിരിക്കുന്നു ഇത് സംബന്ധിച്ച് നടന്നിട്ട്. അപ്പോൾ പോലും ഇതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് അവർ പറയുന്നു. തികച്ചും സാങ്കേതികമായ കാരണങ്ങളാണ് ഇതുവരെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ മത്സ്യക്കൂട്ടക്കുരുതിക്ക് കാരണമായിട്ട് പറയുകയും ചെയ്യുന്നത്. രാസമാലിന്യം ഒഴുകിയിട്ടുണ്ടോ എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് ആ രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ ഒരു പ്രവർത്തനമുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മറ്റുള്ളവർ ഇവരെല്ലാവരും ചേർന്നാണ് ഇപ്പോൾ ഈ ഉപരോധ സമരം, ഈ എഞ്ചിനീയറുടെ ക്യാബിൻ അകത്ത് ഉപരോധ സമരം നടന്നിരിക്കുന്നത്. പുറത്ത് പോലീസ് കാവലുണ്ട് എങ്കിൽ കൂടിയും നേരത്തെ ഇതിനകത്തേക്ക് കയറിപ്പോയ പ്രവർത്തകരാണ് പിന്നീട് ഉപരോധ സമരമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏലൂരിലെ പരിസ്ഥിതി പ്രവർത്തകരും പുറത്ത് തമ്പടിച്ചിട്ടുണ്ട്. അതൊരു കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്ന കാര്യമാണ് ഈ മലിനീകരണ വിഷയം എന്നത്. പക്ഷേ ഇതിൽ നടപടി എടുക്കുന്നില്ല എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതിന് എല്ലാവിധ ഒത്താശയും നൽകുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ്. ഇവരുടെ മൗനാനുവാദത്തോടുകൂടി തന്നെയാണ് എല്ലാ മലിനീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ച പരിസ്ഥിതി പ്രവർത്തകരും ഇത് തന്നെ ആക്ഷേപിച്ചിരുന്നു. എന്തായാലും സമരം ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ ഒരു തീരുമാനമാകുന്നതുവരെ ഇവിടെ തുടരുമെന്ന് പ്രവർത്തകർ പറയുന്നു. എന്തായാലും മലിനീകരണ നിയന്ത്രണ ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കമാണ് ഉണ്ടാവുന്നത്. പ്രദേശത്തെ രാഷ്ട്രീയ നേതൃത്വം, കോൺഗ്രസ് പ്രവർത്തകർ അവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രാദേശിക ഓഫീസിലേക്ക് ഉപരോധ സമരം നടത്തുന്നു എന്നതാണ് അവിടുത്തെ ചിത്രം.